അറബിക്കടലിൻ്റെ തീരത്ത് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന നഗരമാണ് കോഴിക്കോട്. സാമൂതിരിമാരുടെ ചരിത്ര പാരമ്പര്യവും വാസ്കോഡഗാമയുടെ വരവിലൂടെ ലോക ചരിത്രത്തിലിടം നേടിയ മണ്ണുമാണ് ഇത്. ഓരോ നഗരത്തിനും അതിൻ്റെ ആത്മാവ് ഒളിഞ്ഞിരിക്കുന്ന ഒരിടമുണ്ട്. കോഴിക്കോടിൻ്റെ ആത്മാവ് തേടിയാൽ എത്തിച്ചേരുന്നത് ഈ കടൽ തീരത്താണ്, കോഴിക്കോട് ബീച്ചിൽ. അറബിക്കടലിൻ്റെ അനന്തമായ നീലിമയും തിരമാലകളുടെ സംഗീതവും കാലത്തിൻ്റെ ഓർമ്മകളും ഒരുമിച്ച് ജീവിക്കുന്നൊരിടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരും സഞ്ചാരികളും എത്തിയ ഈ തീരം മലബാറിൻ്റെ ചരിത്രത്തിൽ മായാത്ത അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട്. 1498 വാസ്കോഡഗാമയുടെ വരവിന് സാക്ഷ്യം വഹിച്ച ഈ മണ്ണ് കേരളത്തിൻ്റെ സമുദ്ര പാരമ്പര്യത്തിൻ്റെയും വ്യാപാര സംസ്കാരത്തിൻ്റെയും അഭിമാന ചിഹ്നമാണ്. വൈകുന്നേരമാകുമ്പോൾ ഇവിടെ മറ്റൊരു ലോകം തുറക്കുന്നു. അസ്തമയ സൂര്യൻ കടലിലേക്ക് പതിയെ ഇറങ്ങുമ്പോൾ ആകാശം ഓറഞ്ചും ചുവപ്പും സ്വർണ്ണ നിറവും കലർന്ന ഒരു ചിത്രമായി മാറുന്നു. ഈ കാഴ്ച കാണാൻ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. പഴയ ലൈറ്റ് ഹൗസ് പിയറുകളും ഇന്നും കാലത്തിൻ്റെ സാക്ഷികളായി നിലകൊള്ളുന്നു. നടപ്പാതയിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികളും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഓരോരുത്തരുടെയും ഓർമ്മകളിൽ ഈ തീരത്തിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. കോഴിക്കോടിൻ്റെ രുചിയും ഇവിടെ മറക്കാനാവില്ല. ചൂടുള്ള ചായ, കല്ലുമ്മക്കായ, കടൽ വിഭവങ്ങളുടെ സുഗന്ധം ഇവയെല്ലാം ചേർന്നാണ് ഈ ബീച്ചിൻ്റെ യഥാർത്ഥ അനുഭവം. ഇത് വെറും ബീച്ചല്ല, ചരിത്രവും പ്രകൃതിയും മനുഷ്യനും ഓർമ്മകളും ഒരുമിച്ച് ശ്വസിക്കുന്ന ഒരു തീരം. ഒരിക്കൽ ഇവിടെ വന്നാൽ കടൽക്കാറ്റിനൊപ്പം കോഴിക്കോടിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിലും എന്നും നിലനിൽക്കും. അറബിക്കടലിൻ്റെ അനന്തമായ തിരമാലകൾ ഈ തീരത്തെ തഴുകുമ്പോൾ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇവിടെ നിശബ്ദമായി കഥകൾ പറയുന്നുണ്ട്. വാസ്കോഡഗാമയുടെ വരവിന് സാക്ഷ്യം വഹിച്ച ഈ മണ്ണ് മലബാറിൻ്റെ സംസ്കാരത്തിൻ്റെയും വ്യാപാര പാരമ്പര്യത്തിൻ്റെയും അഭിമാനമാണ്. മനോഹരമായ സൂര്യാസ്തമയവും പഴയ ലൈറ്റ് ഹൗസും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പിയറുകളും പുലർച്ചെ ചിലപ്പോൾ ഡോൾഫിനുകളെ കാണാൻ കഴിയുന്ന ഡോൾഫിൻ പോയിൻ്റ്, കുട്ടികൾക്കായുള്ള പാർക്ക്, മറൈൻ അക്വേറിയം, കല്ലുമ്മക്കായ മീൻ വിഭവങ്ങൾ, മറ്റ് സ്നാക്സുകൾ, ഉപ്പിലിട്ട് തുടങ്ങിയിട്ടുള്ള ഭക്ഷണശാലകൾ മുതലായവ ഈ ബീച്ചിൽ നമുക്ക് കാണാൻ കഴിയും. സാഹിത്യത്തിൻ്റെയും കലകളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും സമന്വയമാണ് കോഴിക്കോട്. ഇവിടെ ഓരോ തെരുവിനും പറയാനുണ്ട് ഓരോ കഥ, ഓരോ കാറ്റിനും നിറഞ്ഞിരിക്കുന്ന 100 ഓർമ്മകൾ. കാപ്പാട് കടൽ തീരത്തിൻ്റെ ചരിത്രവും ബേപ്പൂർ തുറമുഖത്തിൻ്റെ പാരമ്പര്യവും മിഠായി തെരുവിൻ്റെ രുചികളും മാനാഞ്ചിറയുടെ ശാന്തതയും തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആത്മീയതയും ഈ നഗരത്തിൻ്റെ മുഖമുദ്രകളാണ്. മലബാറിൻ്റെ ആതിഥ്യമര്യാദയും സ്നേഹവും സംസ്കാരവും ലോകമെമ്പാടുമുള്ള ജനതകളുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. പ്രകൃതിയും ചരിത്രവും ആധുനികതയും കൈകോർക്കുന്ന ഈ നഗരം സന്ദർശിക്കുന്ന ഓരോരുത്തർക്കും മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇതൊരു നഗരം മാത്രമല്ല, ചരിത്രം ശ്വസിക്കുന്ന നാടാണ്. മലബാറിൻ്റെ ഹൃദയം നമ്മുടെ സ്വന്തം കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പഴക്കമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ പ്രദേശങ്ങളിലൊന്നാണ് കുറ്റിച്ചിറ. സാമൂതിരിമാരുടെ കാലഘട്ടം മുതൽ വ്യാപാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രധാന കേന്ദ്രമായി ഇതറിയപ്പെടുന്നു. കുറ്റിച്ചിറയുടെ പ്രധാന ആകർഷണം അതിൻ്റെ നടുവിൽ കാണുന്ന ഈ കുളമാണ്. ഈ കുളത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രദേശത്തിന് കുറ്റിച്ചിറ എന്ന പേര് ലഭിച്ചത്. വിവിധ മതവിഭാഗങ്ങളിലെ ആളുകൾ സൗഹൃദത്തോടെ ജീവിക്കുന്ന പ്രദേശമെന്ന നിലയിലും കുറ്റിച്ചിറ ശ്രദ്ധേയമാണ്. കോഴിക്കോട് നഗരത്തിൻ്റെ പൈതൃകവും ചരിത്രവും സംസ്കാരവും അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് കുറ്റിച്ചിറ. ഇവിടെയുള്ള ചരിത്രപ്രസിദ്ധമായ മിഷ്കൽ മൊസ്ക്യൂ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണ്. പുരാതന വാസ്തുവിദ്യയുടെ മനോഹരമായ മാതൃകയായി ഈ പള്ളി നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. അറബ് വ്യാപാരികളും മലബാറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വ്യാപാര ബന്ധങ്ങളുടെ ഓർമ്മകൾ ഇന്നും ഈ പ്രദേശത്ത് കാണാം. പഴയ വീടുകൾ, ഇടുങ്ങിയ തെരുവുകൾ, പരമ്പരാഗത ശൈലിയിലുള്ള കെട്ടിടങ്ങൾ എന്നിവ കുറ്റിച്ചിറയുടെ പ്രത്യേകതയാണ്. ഇന്ന് കുറ്റിച്ചിറയിൽ എത്തുന്നവർക്ക് പഴയ കോഴിക്കോടിൻ്റെ ജീവിത രീതി, സംസ്കാരം, പൈതൃകം എന്നിവ അടുത്തറിയാൻ കഴിയും. ചരിത്രം, സംസ്കാരം, വാസ്തുവിദ്യ എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്ക് കുറ്റിച്ചിറ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട പേരാണ് കോഴിക്കോട്. 13-ാം നൂറ്റാണ്ട് മുതൽ സാമൂതിരിമാരുടെ തലസ്ഥാനമായി വളർന്ന കോഴിക്കോട്
അറബിക്കടലിലൂടെ ലോകവുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച പ്രധാന തുറമുഖ നഗരമായിരുന്നു. അറേബ്യ, ചൈന, ആഫ്രിക്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കാപ്പാട് തീരത്ത് കാലുകുത്തിയതോടെ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ കടൽ മാർഗത്തിന് തുടക്കമായി. ആ സംഭവം ലോക ചരിത്രത്തിൽ കോഴിക്കോട് എന്ന പേരിനെ അനശ്വരമാക്കി. സാമൂതിരിമാരുടെ ഭരണകാലഘട്ടത്തിൽ കലയും സാഹിത്യവും വ്യാപാരവും സംസ്കാരവും ഒരുപോലെ വളർന്നിരുന്നു. മതസൗഹാർദ്ദത്തിൻ്റെയും ആതിഥ്യ മര്യാദയുടെയും പ്രതീകമായിരുന്നു ഈ നാട്. പിന്നീട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ തങ്ങളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയെങ്കിലും ഈ നഗരത്തിൻ്റെ ആത്മാവും പാരമ്പര്യവും എന്നും നിലനിന്നു. ചരിത്രത്തിൻ്റെ അഭിമാനവും സംസ്കാരത്തിൻ്റെ സമ്പത്തും കടലിൻ്റെ സൗന്ദര്യവും ഒരുമിച്ച് ചേർന്ന നാടാണ് കോഴിക്കോട്, മലബാറിൻ്റെ ഹൃദയം. ബേപ്പൂർ പോർട്ട്, കോഴിക്കോട് ബീച്ച്, മാനാഞ്ചിറ സ്ക്വയർ, കാപ്പാട് ബീച്ച്, തുഷാരഗിരി വാട്ടർഫാൾ എന്നിവയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. കോഴിക്കോടിൻ്റെ മറ്റൊരു പ്രത്യേകത അതിഥി സൽക്കാരവും ഭക്ഷണ സംസ്കാരവുമാണ്. കോഴിക്കോട് ഹൽവ, മലബാർ ബിരിയാണി, ഉന്നക്കായ, കല്ലുമ്മക്കായ വിഭവങ്ങൾ എന്നിവ ലോകമെമ്പാടുമുള്ള ഭക്ഷണപ്രേമികളെ ആകർഷിക്കുന്നു. ചരിത്രവും പൈതൃകവും പ്രകൃതി ഭംഗിയും ആധുനിക വികസനവും ഒത്തുചേർന്ന കേരളത്തിൻ്റെ അഭിമാന നഗരമാണ് കോഴിക്കോട്. സന്ദർശിക്കുന്നവരുടെ മനസ്സിൽ മായാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു നാടാണ് കോഴിക്കോട്. മാനാഞ്ചിറ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മനോഹരമായ ഒരു പൊതു പാർക്കും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലവുമാണ്. അതിൻ്റെ മധ്യത്തിലുള്ള വലിയ കുളം മാനാഞ്ചിറ എന്ന പേരിൽ അറിയപ്പെടുന്നു. സാമൂതിരിമാരുടെ കാലഘട്ടത്ത് ഈ കുളം കുടിവെള്ളത്തിനും രാജകുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ഇന്ന് മാനാഞ്ചിറ വിശാലമായ പച്ചപ്പുല്ലുകൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ, നടപ്പാതകൾ, ഇരിപ്പിടങ്ങൾ എന്നിവയുള്ള ജനപ്രിയ വിശ്രമ കേന്ദ്രമാണ്. കുടുംബമായി സമയം ചെലവഴിക്കാനും കുട്ടികൾ കളിക്കാനും വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനും അനുയോജ്യമായ സ്ഥലം. വൈകുന്നേരങ്ങളിൽ മനോഹരമായ ലൈറ്റിങ്ങും ശാന്തമായ അന്തരീക്ഷവും മാനാഞ്ചിറയെ കൂടുതൽ ആകർഷകമാക്കുന്നു. മാനാഞ്ചിറയ്ക്ക് സമീപം ചരിത്ര പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. അതിനാൽ കോഴിക്കോടിൻ്റെ പൈതൃകവും സംസ്കാരവും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച സന്ദർശന കേന്ദ്രമാണ്. ഉത്സവങ്ങൾ, കലാപരിപാടികൾ, പൊതുപരിപാടികൾ എന്നിവയും ഇവിടെ ഇടയ്ക്കിടെ നടക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ തെളിയുന്ന അലങ്കാര വെളിച്ചവും ശാന്തമായ അന്തരീക്ഷവും മാനാഞ്ചിറയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. നഗരത്തിൻ്റെ തിരക്കിനിടയിൽ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരിടം കൂടിയാണ് മാനാഞ്ചിറ സ്ക്വയർ. അടുത്ത പ്രധാന സ്ഥലമാണ് മിഠായിത്തെരു അല്ലെങ്കിൽ SM സ്ട്രീറ്റ്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ വ്യാപാര വീതിയാണിത്. നൂറ്റാണ്ടുകളായി വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന ഈ തെരു നാട്ടുകാരുടെയും സഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രമാണ്. പണ്ടുകാലഘട്ടത്ത് ഇവിടെ ധാരാളം മിഠായികൾ ഉണ്ടായിരുന്നതിലാണ് ഈ സ്ഥലത്തിന് മിഠായിത്തെരു എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. ഇന്ന് വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചെരുപ്പുകൾ, കരകൗശല വസ്തുക്കൾ, മസാലകൾ, മിഠായികൾ തുടങ്ങി നിരവധി സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കോഴിക്കോടിൻ്റെ പ്രശസ്തമായ കോഴിക്കോട് ഹൽവ വാങ്ങാൻ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നാണ് മിഠായിത്തെരു. വൈകുന്നേരങ്ങളിൽ ഈ തെരുവിൽ ആളുകളാൽ നിറഞ്ഞിരിക്കും. നിറമുള്ള കടകളും രുചികരമായ ഭക്ഷണങ്ങളും സജീവമായ അന്തരീക്ഷവും മിഠായിത്തെരുവിൻ്റെ പ്രത്യേകതയാണ്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തളി ശിവക്ഷേത്രം. സാമൂതിരിമാരുടെ ഭരണകാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം മനോഹരമായ ശില്പങ്ങൾ, ചെമ്പുകൊണ്ട് മേഞ്ഞ മേൽക്കൂര, ശാന്തമായ അന്തരീക്ഷം എന്നിവ കൊണ്ട് ശ്രദ്ധേയമാണ്. ക്ഷേത്ര പരിസരം ഭക്തർക്കും സന്ദർശകർക്കും ആത്മീയമായ അനുഭവം നൽകുന്നു. മഹാശിവരാത്രി ഉൾപ്പെടെ നിരവധി ഉത്സവങ്ങൾ ഇവിടെ വലിയ ഭക്തിപൂർവ്വം ആഘോഷിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും അടുത്തറിയാൻ ഈ ക്ഷേത്രം പ്രധാനമായും നമ്മൾ കാണേണ്ടതാണ്. രേവതി പട്ടത്താനം കോഴിക്കോടിൻ്റെ ചരിത്രത്തിലും സാംസ്കാരിക പാരമ്പര്യത്തിലും പ്രധാന സ്ഥാനമുള്ള ഒരു പണ്ഡിത സംഗമമാണ്. സാമൂതിരിമാരുടെ കാലത്ത് ആരംഭിച്ച ഈ ചടങ്ങ് പ്രധാനമായും സംസ്കൃത പണ്ഡിതന്മാരുടെ അറിവും പാണ്ഡിത്യവും വിലയിരുത്തുന്നതിനായി സംഘടിപ്പിച്ചിരിക്കുന്നതാണ്. പണ്ഡിത സമ്മേളനം സാധാരണയായി തളി ശിവക്ഷേത്ര പരിസരത്താണ് നടന്നിരുന്നത്.
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റും പ്രദേശങ്ങളിൽ നിന്നുമുള്ള പണ്ഡിതന്മാർ ഇതിൽ പങ്കെടുത്ത് ശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത എന്നിവയെക്കുറിച്ച് ചർച്ചകളും സംവാദങ്ങളും നടത്തിയിരുന്നു. മികവ് തെളിയിച്ച പണ്ഡിതന്മാരെ സാമൂതിരിമാർ ആദരിക്കുകയും ബഹുമതികൾ നൽകുകയും ചെയ്തിരുന്നു. അതിലൂടെ കോഴിക്കോടിനെ വിദ്യാഭ്യാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രധാന കേന്ദ്രമാക്കി വളർത്തുന്നതിൽ രേവതി പട്ടത്താനം വലിയ പങ്കുവഹിച്ചു. രേവതി പട്ടത്താനം കോഴിക്കോടിൻ്റെ വിജ്ഞാന പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണ്. പണ്ഡിതന്മാരെ ആദരിക്കുകയും അറിവിൻ്റെ മഹത്വം ഉയർത്തിക്കാട്ടുകയും ചെയ്ത ഈ ചടങ്ങ് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ വിലപ്പെട്ട അധ്യായമാണ്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന അതിഥി സൽക്കാരത്തിൻ്റെ നാടാണ് കോഴിക്കോട്. ഒരിക്കൽ സന്ദർശിച്ചാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന മനോഹരമായ നഗരം. പൈതൃകവും പുരോഗതിയും കൈകോർക്കുന്ന ഈ മനോഹരമായ നഗരത്തെ നമുക്കെല്ലാവർക്കും അഭിമാനത്തോടെ സംരക്ഷിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.